അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സീ ലൈൻ ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ച എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഈ സൈഡിലെ കാഴ്ചകളൊക്കെ സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ. എന്താ ഒട്ടകത്തിനെ അൽഫാമാക്കിയതാ? ഇതെന്താ ഹോളി ഒട്ടകാണ്. സത്യത്തില് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടകത്തിന്റെ മേലൊക്കെ കയറാം ഇനി, പക്ഷെ എനിക്ക് ധൈര്യം ഇല്ലാത്തത് കൊണ്ട്. ഏതാ കാണുന്ന മല ഞങ്ങള് പറയണേ? അതിൽ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. നിമിഷം നമുക്ക് അതിൽ നടക്കാം. ഒരുപാട് കൂടുതൽ കുറെ മലയാളികളല്ലേ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടേ ഒരുപാട് കാഴ്ചകളുണ്ട്. കുതിരനെ തണുപ്പ് കാലത്ത് വരണം. ചിക്കനൊക്കെ ചൂടാനുള്ള ചിക്കനൊക്കെ കൊണ്ട് കാണാൻ അടിപൊളിയായിട്ടോ. ശരിക്കും നമ്മള് ഇങ്ങോട്ട് വന്നില്ലേ, നമുക്ക് നഷ്ടായി ഒന്നില്ലേ ഷെയ്ക്കാവണം ക്യാമറ എല്ലാ സ്ഥലത്തും കൊണ്ടുപോട്ടെ. തീർച്ചയായും നമുക്ക് നടക്കാം. ഇപ്പൊ കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിട്ടോ. ഇവിടേക്ക് എന്താ പറയാ? സീ ലൈൻ ബീച്ച് ഇട്ടോ. അതായത് ഇവിടെ ബീച്ചിന്റെ അടുത്താട്ടോ. നമുക്ക് ഒരുപാട് വണ്ടികളാ ആണോ? കണ്ട ഗൈസ്, ആ ഒരു ഏരിയ ഫുള്ളും വണ്ടികളാണ് കേട്ടോ. കാരണം അത്രയും മനോഹരമായ കാഴ്ചയാണ് അപ്പം ഇവിടെ ഉള്ളതെന്ന് അറിയാം. അടിപൊളിയാണ് കേട്ടോ. ഉണ്ടോ, കടലാണ് അപ്പുറത്ത്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണാം കേട്ടോ. കാഴ്ചകൾ ഒരിക്കലും നടക്കണം കേട്ടോ ഗൈസ്. പിന്നെ കണ്ട ഇത്രങ്ങനെ ആൾക്കാരറിയാം. അടിപൊളിയുള്ള പല ആൾക്കാരുണ്ട് കേട്ടോ. ബീച്ചിലെത്തിട്ടോ. മാഷല്ലാ, വേണ്ട വേണ്ട, ഇക്ക കുളിക്കണേ കുളിച്ചോളി. ആന്ന് ഭയങ്കര ബഹളാണ്. എനിക്ക് കേട്ടില്ല. രാത്രി വന്നില്ലേ? മനുഷ്യല്ല രാത്രി ഇങ്ങനെ വന്നപ്പോ വണ്ടി ഇറങ്ങി നോക്കിയാടാ. അങ്ങോട്ട് പോയിക്കോ, നമുക്കാണ് പോകുന്നത്. കണ്ട കേസ് ഒരുപാട് പേര് ചിക്കൻ ചൂടണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി കയറുന്നത് ഈ മലമുകളിലേക്കാണ് കേട്ടോ. നമുക്ക് ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി അങ്ങോട്ട് എത്താൻ നോക്ക. മേൾക്കെത്താ? ആയിക്കോട്ടെ, മേൾക്ക് കയറണോ? എന്നാ വരും, നമുക്ക് കയറി നോക്കാം പതുക്കെ. ഇങ്ങനെ വണ്ടി കയറണോ? എന്താ ഗൈസ്, വണ്ടി കുടുങ്ങിട്ടോ. വണ്ടി കുടുങ്ങിയിട്ടേ വേറെ വണ്ടി കെട്ടി വലിക്കണം. അതുപോലെ കാണണം. മണല് വണ്ടി ഇറക്കി. ഞങ്ങളെ വണ്ടി മണലിൽ ഇറക്കിയിട്ടില്ല ഗൈസ്. നമ്മള് ഇക്ക വേറെ റൂട്ട്, ഞാൻ വേറെ റൂട്ട്. കുറേ ചെക്കന്മാരവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഭയങ്കരമായിട്ടും കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. എനിക്ക് കഴിയില്ല കേട്ടോ, കാലിങ്ങനെ തന്നി പോണു മണലിങ്ങനെ. ഗൈസ് കണ്ടോ, താഴത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ അങ്ങോട്ടേക്ക്? താഴത്തുനിന്ന് വണ്ടി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും, നെഞ്ചിങ്ങനെ ഇടിക്കും. അങ്ങനെ അത്രയും ഹൈറ്റിക്കാണ് വണ്ടി വരുന്നത്. അവിടേക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങോട്ട് പോകാറുണ്ട്. ഞാൻ ആകെ ക്ഷീണിച്ച്. ചിക്കൻ്റെ വീഡിയോ എടുക്കണം, എന്നെ കളിയാക്കുക. ഞാൻ അത്രയും ക്ഷീണിച്ച്, അത്രയും മേലോട്ടുണ്ട് വന്ന് ഉണ്ടോ. അപ്പോൾ എനിക്കെന്താ എത്തിയാൽ മതി നായി. പക്ഷെ നല്ല ഭംഗിയായിട്ടോ കാണാൻ, അടിപൊളിയാണ് കേട്ടോ. വണ്ടികളിങ്ങനെ വന്നോണ്ടിരിക്കണേ. അയ്യോ എൻ്റെ പൊന്നോ, ക്ഷീണിച്ച് ഞാൻ. വെള്ളം ഞങ്ങൾ എടുത്തില്ല, പക്ഷേ ഇക്ക പോസ്റ്റ് അയക്കണം. അപ്പോൾ ഗൈസ്, വണ്ടി താഴേക്ക് ഇറങ്ങി പോണത് കണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബേജാറാണ് കേട്ടോ. ശരിക്കും ഞാൻ കുഴങ്ങിട്ടോ. അല്ലാഹു, എവിടെ നോക്കുക ആ പെൺകുട്ടി കയറി വരുന്നത്. അത്രയും സ്പീഡിൽ അത്രയും താഴ്ചയിൽ കേട്ടോ പെൺകുട്ടി ഡ്രൈവ് ചെയ്ത് വരുന്നത്. ക്ഷീണിച്ചു, നല്ല കുഴങ്ങിയ എൻ്റെ പൊന്നേ. കണ്ട ഗൈസ്, കുഴങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കണം കേട്ടോ. എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. കാര്യം ക്ഷീണമല്ലോ, പക്ഷേ ഇതിനകത്ത് തളർന്നു. വെള്ളം എടുത്തിന് ഞാൻ വെള്ളം കുടിച്ചിന്. ഒരു ബോട്ടിൽ വെള്ളം 1 ലിറ്റർ 2 ലിറ്ററൊക്കെ കുടിക്കും. അത്ര ക്ഷീണിച്ചു ഞാൻ. അങ്ങനെ നടന്ന് പകുതി എത്തിയപ്പോൾ കണ്ടു പറഞ്ഞു താഴേക്ക് പോകണമെന്ന്. അപ്പോൾ ആളെന്ത് ചെയ്തു, പിന്നെ കൈ പിടിച്ച് വലിച്ച് മേലെ കൊടുന്നിരുത്തിട്ടോ.
അപ്പോൾ ഇവിടുന്ന് താഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ചെറിയൊരു കുഞ്ഞതായിട്ടേ കാണുള്ളൂ കേട്ടോ. കാരണം അത്രയും ഹൈറ്റിൽ നമ്മൾ വന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്ര തോന്നില്ല. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പം ഞാൻ കുറേ റിലാക്സ് ആയിട്ടോ, ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഭയങ്കര കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റ്, ഭയങ്കര തണുപ്പുമാണ്. വണ്ടികൾ താഴോട്ടും വരുന്നു മേലോട്ടും വരുന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ല രസമായി കാണാൻ ആൾക്കാരൊക്കെ അവിടെ കൂടിയിരിക്കുന്നത് കേട്ടോ. കുറേ പേര് താഴെ ചിക്കനൊക്കെ ഫ്രൈ ആക്കണൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫോട്ടോയിൽ അങ്ങനെ വീഡിയോ അവരങ്ങനെ നേരിട്ട് കാണിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ എഴുതിയിട്ട് ഞാൻ എടുക്കാത്തത്. അങ്ങനെ അടിപൊളി കാഴ്ചയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. ഞാൻ പണിക്കട്ടെ പോവാ ഒരു മിനിറ്റ്. ഇക്കന്നെ ഇങ്ങോട്ട് കയറ്റി കൊടുത്തോണ്ട് മാത്രം ഉണ്ടല്ലേ ഞാൻ ആ താഴത്തു തന്നെ ഇറങ്ങിപ്പോകും. അത്രക്ക് പകുതി കയറിയപ്പോൾ ഞാൻ കുഴങ്ങിയതാ. അയ്യോ കേട്ടോ, പേടിയാണ് ഈ വണ്ടിയിൽ കൊടുത്തപ്പോൾ മേത്തേക്ക് കുറയായി. ഇവിടെ ഒന്ന് കാണാൻ നിങ്ങൾ കാഴ്ച കുട്ടിനെ മണ്ണിൽ കുഴിച്ച് മുടിക്കണം കേട്ടോ. കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇടങ്ങേറ്. കൈസ് നമ്മളെ താഴെ ഒരുവിധം 4 വീല് വണ്ടി 4x4 അപ്പോൾ ഉണ്ടല്ലോ വണ്ടി കറങ്ങിൻ്റെ രസം ഇവിടെ നിന്ന് കാണാനായിട്ട്. ഇവിടെ ഒരുപാട് കാഴ്ച നമുക്ക് കാണാം കേട്ടോ. കൈസ് താഴെ ആ വണ്ടികൾ വേണം. താഴെ പോവോ? അപ്പൊ താഴത്ത് കൂടെ കൊണ്ടിരിക്കണ്ട വേണ്ട ആടുമാ കട പോലെ വീണു. അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് താഴെ കാണാൻ കഴിയുന്നത്. ഒരുപാട് വണ്ടികൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങണം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം, അവിടെ ചുറ്റിക്കിറങ്ങണം. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. താഴത്തുനിന്ന് നന്നായിട്ട് താഴ്ചയിൽ നിന്നാണ് ഈ വണ്ടികളൊക്കെ വരുന്നത്. അപ്പോൾ ഈ വണ്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മാറി കൊടുക്കണം. കാരണം ഒന്നുകിൽ പൊടി കണ്ണൊക്കെ തെറിക്കും, ഇല്ലെങ്കിൽ അവരെങ്ങാനും നിയന്ത്രണം വിട്ട് താഴെ പോകുമെന്നുള്ള ബേജാറ്, അല്ലെങ്കിൽ അവർ നമ്മളെ ദേഹത്ത് വരുമെന്നുള്ള ബേജാറ്. കാരണം ഇത് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ നിൽക്കുന്നത്. അവർക്ക് അത്രയും പ്രാക്ടീസാണ് കളിക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് ഭയങ്കര എനിക്കിങ്ങനെ നെഞ്ചിരിക്കുമായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ നിൽക്കും തോറും വണ്ടികൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണത് കണ്ണിലേക്കും മൂക്കിലേക്കൊക്കെ പൊടി പാറും. അത്രയും സ്പീഡിൽ തന്നെ അവൻ അങ്ങോട്ടും പോവാണ്. അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ അതേപോലെ തന്നെ ഈ മണലിൽ വണ്ടി കുടുങ്ങിയിട്ട് അത് അവർ തന്നെ ഹെൽപ്പ് ചെയ്ത് അവർ തന്നെ തമ്മിൽ ഹെൽപ്പ് ചെയ്ത് പോകും. ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ഒരുപാട് ജനങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്യാവശ്യം കുറേ നേരം ഞങ്ങളവിടെ നിന്നിട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങളിനി തിരിച്ച് പോവുകയാണ്. ഞങ്ങൾ പോവാട്ടോ. ഇങ്ങനെ നടന്നിറതിൻ്റെ കാത്തുനിന്ന് അത്രയും ഹൈറ്റിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എന്നെ കൈ പിടിച്ച് വന്നില്ലേ ഞാൻ വരുന്നില്ല. കാരണം എനിക്ക് കഴിയില്ല. അത്രയും ഭംഗിയാട്ടോ ഇവിടെ കാണാൻ. അങ്ങനെ ഗൈസ് നമ്മൾ താഴെത്തി തുടങ്ങിട്ടോ. കാരണം ഇപ്പം നമ്മൾ വണ്ടി എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര തിരക്കാവും. അത്രയും വണ്ടികളാണ് ഇവിടെ. അതാണ് ഞങ്ങൾ തിരിച്ചു പോകണത് കേട്ടോ. പിന്നെ ഇപ്പം സമയം 6 മണിയാവാനായി, മാരിഭാഗം കൊടുക്കാനായി. പിന്നെ നമ്മൾ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ ബുദ്ധിമുട്ടാവും. ഗൈസ് കണ്ടോ നമ്മൾ ഈ താഴത്തുനിന്ന് കേട്ടോ നമ്മൾ വരുന്നത്. കണ്ടോ ഒത്തിരി വരുന്നുണ്ടോ? അത്രയും ഒരു ഭാഗത്ത് കടല്, ഒരു ഭാഗത്ത് മരുഭൂമി, വണ്ടി റേസിങ് പറഞ്ഞില്ല അടിപൊളി അറിയാം. നന്നായിട്ട് മുതലായിട്ടോ. അത്രയും വണ്ടി, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ അത്രയും വണ്ടി കേട്ടോ. കുറേ ഫാമിലീസാണ് ഈ കയറി പോണത്. ഭയങ്കര ഹൈറ്റാണ് കേട്ടോ ഇത്. പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര തോന്നണില്ല. നല്ല ഹൈറ്റാണത്. പാരച്ചൂട്ട് പോണുണ്ട്. കാണുന്നുണ്ടോ അറിയില്ല. ഉണ്ടോ 2 എണ്ണം കാണുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് നല്ല കാഴ്ചകളും കണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. അവിടുന്ന് ഇപ്പോൾ വണ്ടി എടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കാവും, റോഡ് ബ്ലോക്കാവും, ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഡിലേ ആവും. ആണോ? അങ്ങനെ ഗൈസ് ഞങ്ങൾ പോവാണ് കേട്ടോ. അടിപൊളി ഏരിയ കേട്ടോ. എന്താണ് ഇക്കാക്ക് ഈ ബീച്ചിനെ കുറിച്ച് പറയാനുള്ളത്? ഒന്നും പറയില്ല. അപ്പൊ പിന്നെ വിഷയമല്ല. ഇക്കാക്കതിൽ ഒരു പുതുമ കാഴ്ചയായി തോന്നിയില്ല. പക്ഷെ എനിക്കത് തീർത്തും അടിപൊളി.
ഇപ്പൊ ഞങ്ങൾ പോകണ്ട കേസ്. അപ്പൊ അടുത്ത സ്ഥലം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.